നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂലൈ മാസത്തെ കാർത്തിക നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടക്കൂറിലാണ്, ശേഷം 45 നാഴിക വരുന്നത് ഇടവക്കൂറിലാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഭാഗ്യാധിപത്യം ഭവിച്ച് ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ചൊവ്വയോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ല ദൈവാധീനമുള്ള മാസമാണ്. സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾ അനുഭവപ്പെടാനായിട്ട് യോഗമുണ്ട്. സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കാനായിട്ടും സാമ്പത്തികമായിരിക്കുന്ന നല്ല നേട്ടങ്ങൾ ഉണ്ടാകാനും സാധിക്കുന്നതാണ്. ഭവന സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. എന്നാൽ സഹായ സ്ഥാനാധിപതി ശത്രുസ്ഥാനാധിപത്യം വഹിച്ചിട്ട് 4 നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണ് 19-ാം തീയതി വരെ. അപ്പോൾ അതുവരെയുള്ള സമയത്ത് സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുടെ പെരുമാറ്റം കൊണ്ട് കുടുംബത്തിൽ ചിലപ്പം കുറച്ച് അസ്വാരസ്യങ്ങളൊക്കെ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. സ്വത്ത് സംബന്ധമായിരിക്കുന്ന വിഷയത്തിലൊക്കെ സഹോദരന്മാർ തമ്മിലൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ ഉണ്ടായിക്കൂടായികയില്ല. എന്നാൽ വീട് മോടി പിടിപ്പിക്കാനും ഭൂമി വാങ്ങാനും ഗൃഹനിർമ്മാണത്തിനും ഒക്കെ അനുകൂലമായിരിക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ തൊഴിലിൽ ഉയർച്ചയുണ്ടാകും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട്. ഉള്ള തൊഴിലിൽ തന്നെ സ്ഥാനക്കയറ്റത്തിന് യോഗമുള്ള സമയമാണ്. ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന നല്ല സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. എന്നാൽ അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. ശത്രുദോഷം കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായിട്ടുള്ള വിഷമം അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠനത്തിന് നല്ല അനുകൂലമായിരിക്കുന്ന സമയമാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല സമയമാണ്. കുടുംബസുഖം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. എല്ലാം കൊണ്ടും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക മേടക്കൂറുകാർക്കുള്ളത്. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജന്മരാമവനേ ദുഃഖം എന്ന് പറയുന്ന യോഗം ചെയ്തിട്ടാണ് വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ മെയ് മാസത്തിന് ശേഷം ഇങ്ങോട്ടാണ് ജന്മത്തിലേക്ക് വ്യാഴം വന്നത്. അപ്പോൾ അതിനുശേഷം കഴിഞ്ഞ മാസത്തേക്കാൾ ആ വ്യാഴം 12 നിന്ന സമയത്തേക്കാൾ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ പോലും ഒരു കാര്യങ്ങൾക്കും കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അരക്ഷിതാവസ്ഥയിൽ കൂടി കടന്നു പോകാനായിട്ട് സാധ്യതയുണ്ട്. ദുരിത ഭവനാധിപതി ലഗ്നത്തിൽ നിൽക്കുന്ന കാരണം പെട്ടെന്ന് ദേഷ്യം വരെ എടുത്തിയേട്ടം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക, തലവേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. അതേപോലെ തന്നെ 2-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ നിന്യാഭിഭാഷി എന്ന് പറയുന്ന യോഗമാണ്. നല്ലത് പറഞ്ഞാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുകയും സാമ്പത്തിക ഞെരുക്കം ഉണ്ടാക്കുകയും ചെയ്യും. നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ട്. 5-ാം ഭാവാധിപത്യം വഹിച്ച് ബുധൻ 19-ാം തീയതി വരെ സഹായ സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ സഹോദര ഗുണം അനുഭവിക്കാനും സഹായങ്ങൾ കിട്ടാനും യോഗമുണ്ട്. കർമ്മസംബന്ധമായിട്ട് വലിയൊരു ദോഷമില്ല. തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല തൊഴിലിൻ്റെ കാര്യത്തിൽ ഉത്സാഹം വർദ്ധിക്കുകയും നല്ല രീതിയിൽ പ്രവൃത്തി എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുമെന്നാൽ തൊഴിലില്ലാത്തവരെ സംബന്ധിച്ച് കുറച്ച് കഷ്ടപ്പാട് ബുദ്ധിമുട്ടുകളും ഒക്കെ തൊഴിൽ കൈവശം വരുന്നതിന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ കണ്ടകശനിയുടെ ഒരു ദോഷമുള്ളത് കാരണമുണ്ട്. അപ്പോൾ കണ്ടകശനി ദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. ശനിദോഷം മാറിക്കഴിഞ്ഞാൽ ശശമഹായോഗത്തിൻ്റെതായിരിക്കുന്ന ഗുണം വരും. അത് കാരണം കൊണ്ട് തന്നെ എടുക്കുന്ന തൊഴിൽ മേലുദ്യോഗസ്ഥന്മാരെ പ്രീതി നേടാനായിട്ട് സാധിക്കും. വീടിന് ചുറ്റുവട്ടത്തുള്ളവർക്കും ഒരു നല്ല ബഹുമാനം, നല്ല അഭിപ്രായം, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകും. അപ്പോൾ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് തന്നെയാണ് യോഗാരീതിയിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നത്. ഭാഗ്യാധിപതി തന്നെ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ള കാരണം ഭാഗ്യം കൊണ്ട് കർമാഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. എങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ലാഭം കിട്ടാനായിട്ട് സാധ്യതയില്ല. കാരണം ലാഭസ്ഥാനത്ത് അമൃതദോഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത്. അതുപോലെ ഒരു കാര്യമില്ലാതെ വെറുതെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകും. സന്തോഷിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും ടെൻഷനൊക്കെ ഉണ്ടാകുക. അപ്പോൾ അത് കാരണം കൊണ്ട് നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജ ചെയ്യുക, അതുപോലെ തന്നെ നാഗപൂജ ചെയ്യുക. ഈ ദോഷങ്ങൾക്കൊക്കെ പരിഹാരം വന്നാൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.